മൈത്രേയൻ സംസാരിക്കുന്ന സമയത്ത് വ്യക്തിപരമായി മൈത്രേയൻ്റെ ശബ്ദം ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ശരിക്കും കമ്മ്യൂണിക്കേഷന് ഭയങ്കരമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന, നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കൃത്യമാക്കുന്ന അല്ലെങ്കിൽ പ്രോപ്പറാക്കുന്ന ഒരു ശബ്ദമാണ് മൈത്രേയൻ്റേത്. ഈ ദാസാറിൻ്റെയൊക്കെ ശബ്ദത്തെക്കുറിച്ച് പറയും പോലെ ഈ ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും മൈത്രേയൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സില്ലി ക്വസ്റ്റ്യനായിട്ട് തോന്നിയേക്കാം, പക്ഷെ അങ്ങനെയല്ല. ഒരു പ്രചാരകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശബ്ദത്തെ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവില്ല, എങ്കിലും മൈത്രേയനോടൊരു ചോദ്യം ചോദിക്കാൻ എനിക്ക് തോന്നിയതാണ്. ഞാൻ ജനിച്ചുപോയ വീട്ടിൽ നിന്ന് കിട്ടിയ തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇപ്പം ഞാനിതിന് നമ്മുടെ രൂപം, നമ്മുടെ ശബ്ദം, ഇതൊന്നും നമ്മുടെ വക. പിന്നെ ഇങ്ങനെ സംഗീതജ്ഞന്മാരൊക്കെ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി നിന്ന് കഴുത്തേല ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്തു. അതുകൊണ്ടൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒരു മിഥ്യ ആയിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. ഞാൻ സംസാരിക്കുക, എൻ്റെ ശബ്ദം കൊണ്ട് ആൾക്കാർക്ക് തലവേദന വരികയാണ്. ജയശ്രീയൊക്കെ ആണെങ്കിൽ തലവേദനയാണ് വരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതുവരെയും ഒരു ഗുണപരമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. മറ്റൊന്നുള്ളത്, ഞാനൊരു കൺവിക്ഷൻ, എനിക്ക് വ്യക്തിപരമായുള്ള കൺവിക്ഷൻ കൊണ്ട് പറയുന്ന ഏരിയകളുണ്ട്. ആ പറയുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ അപ്പുറത്തുള്ള ആൾക്കാർ എനിക്ക് സംശയമില്ലാതിരുന്ന് മിണ്ടുന്ന ആളായിട്ട് ആക്ഷേപിക്കപ്പെടുന്ന ഒരാളാണ്. അത് എനിക്ക് കൺവിക്ഷൻ ഉള്ളത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്നുള്ളതല്ല. അതിപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിനകത്ത് കൺവിക്ഷനോടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ കൺവിക്ഷൻ ഉള്ളത് ആർജവത്തോടെ സംസാരിക്കും, അത് സംശയമൊന്നുമില്ല. അത് ആ അർത്ഥത്തിൽ മാത്രമുള്ള ഒരു ഇമ്പാക്റ്റ് ആൾക്കാർക്കിടയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ രാജാവ് പ്രജ, ഇല്ലെങ്കിൽ പ്രജ അല്ല പൗരനാവണം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. കുറേയൊക്കെ നമ്മൾ സംസാരിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പം വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച്, ഇപ്പോൾ കുടുംബത്തെക്കുറിച്ച്, ഇപ്പോൾ കുടുംബം പിരിച്ചുവിട്ടു എന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ചീത്തപ്പേരുണ്ട്. ഈ ചീത്തപ്പേര് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ചിലരൊക്കെ പറയുന്നത്, ഒരു വിമർശനപരമായി അവർ പറയുന്നത്, മൈത്രേയൻ കുറച്ചുകൂടെ ആൾക്കാരുമായിട്ട്, അതായത് കുറേ പേരിൽ കൂടെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അക്സെപ്റ്റൻസ് കിട്ടേനെ. എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മൈത്രേയിൽ നിന്ന് അകന്നു പോവുകയാണ്, അപ്പോൾ ഡിസ്റ്റൻസ് കൂടുകയാണ്. കുറച്ചുകൂടെ അവരോടൊപ്പം നിന്ന് ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ റെഫർമേഷനെയും റിനൈസൻസിനെയും കുറിച്ച് പറയും പോലെ കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൂടെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നൊരു കാര്യം പറയാറുണ്ട്. എങ്കിൽ കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് കിട്ടേനെ. അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നല്ല, ഇതൊരു ഏത് ടൂൾ ഉപയോഗിച്ചാലാണ് നമുക്ക് നന്നാവുക, സൊസൈറ്റിക്ക് ഒരു പ്രോഗ്രസീവ്നെസ് കൊടുക്കാൻ പറ്റുക? ആളുകളുടെ അക്സെപ്റ്റൻസ് വേണം എന്നുള്ളത് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർക്ക് പ്രാഥമികമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ്. പക്ഷേ കാളവണ്ടി പരിഷ്കരിച്ച് കാറാക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കാറ് തന്നെ അതിൻ്റെ സാധനത്തിന് അതെല്ലാം ചെയ്തേ പറ്റും. അപ്പോൾ ആളുകളെപ്പോഴും കാണുന്നത് ഈ കാളവണ്ടി കയറിയിരിക്കുന്ന ആളിനോട് നമുക്കിത് കുറേശ്ശെയായിട്ട് കാറാക്കാം എന്ന് വിചാരിക്കുന്നൊരു സ്ഥലമുണ്ട്. പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. ഇതെല്ലാ സമയത്തും കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൊടിചോറ് വാരിക്കുക എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ ഈ കുട്ടിക്കുരങ്ങനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ചുടിചോറ് വാരും. അത് ആ ചില സമയത്ത് പൂച്ചയ്ക്ക് മണി കെട്ടേണ്ടതും ഉണ്ടാവും. ആ വില കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകാതെ ഇത് കഴിയില്ല. ഞാനൊരു നേതാവാകാൻ ശ്രമിക്കുന്നില്ല. നേതാവാകി വോട്ട് മേടിക്കണം, അല്ലെങ്കിൽ ഈ സാഹിത്യ അക്കാദമിയിലാണെങ്കിൽ ഇതിനകത്ത് പടത്തിൽ വരണമെന്നൊക്കെയുള്ള കൊതിയുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ പൊന്നാട വേണമെന്ന് ആഗ്രഹിച്ചാൽ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് സാമൂഹ്യ പ്രവർത്തകരായിരിക്കുന്നവർ എല്ലാവരുടെയും അക്സെപ്റ്റൻസിനകത്ത് പെടാനായിട്ട് വേണ്ടി വളരെ പാടുപെട്ടാണ് ജീവിക്കുന്നത്. അതങ്ങനെ ചെയ്യുന്നത് വഴി നേരത്തെ ഞാൻ ഈ പറഞ്ഞ പ്രവർത്തനം ചെയ്യാൻ പറ്റും. അപ്പോൾ വില കൊടുക്കേണ്ടി വരുന്ന സ്ഥലത്ത് സ്വയം നഷ്ടപ്പെടുത്തി വില കൊടുത്തിട്ട് തന്നെ ജീവിച്ചാലേ പറ്റുള്ളൂ. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൊണ്ടുള്ള ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഈണകളെക്കുറിച്ച് പറയുന്ന സമയത്ത് സ്വന്തം ഈണ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന ജയശ്രീ മറ്റൊരാളുമായിട്ട് സെക്സ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് പുറത്ത് കാത്തു നിൽക്കും. അതാണ് അയാൾ ചെയ്യേണ്ട മര്യാദ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ഈ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ഇത് മനസ്സിലാവില്ല. അപ്പോൾ അവിടെ ഈ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ മാത്രം ചെയ്യേണ്ടതല്ല, അവരും കൂടെ ചെയ്യേണ്ടതാണ്. പക്ഷേ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രീം ലെവലിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടും. അപ്പോൾ ആ പ്രചാരണം ശരിക്കും നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തെ ബാധിക്കില്ലേ? ഈ ചില സാധനങ്ങളൊക്കെ സത്യത്തിൽ അത് പറയാതിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു പരിവർത്തനം സാധ്യമാകുന്നിടത്ത് ഇത് ബ്ലോക്ക് ഉണ്ടാക്കില്ലേ എന്നുള്ളത് കൂടെയാണ് എൻ്റെ ചോദ്യം. എനിക്ക് മനസ്സിലായി.
അത് രണ്ട് വാല്യൂ സിസ്റ്റമാണ്, രണ്ട് മൂല്യബോധമാണ് നിങ്ങൾ പറയുന്നത്. വളരെ ഹെയറാർക്കിക്കലായി. ഇപ്പം നമ്മുടെ ഭാര്യ എന്നാണല്ലോ ഇയാൾ അർത്ഥമാക്കുന്നത്. എനിക്ക് ഭാര്യ ഇല്ല എന്നറിയേണ്ടതുണ്ട്. രണ്ട് വ്യക്തികളാണ്. ആ വ്യക്തിക്ക് അവരുടെ താല്പര്യം, അവരുടെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ട് വ്യക്തികളുള്ള വീടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. പണ്ടങ്ങനല്ല. ഒരു വ്യക്തിയും അയാളുടെ എക്സ്റ്റൻഷനുമാണ് ബാക്കിയുള്ളവർ. അത് ഭാര്യയും മക്കളും. അവരുടെ എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹനായകൻ്റെ എക്സ്റ്റൻഷൻ. അയാളുടെ പൊസഷനിലുള്ള വസ്തുക്കളായിട്ടാണ് മറ്റുള്ളവരെ കാണുന്നത്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വസ്തുവായിട്ടാണ് കാണുന്നത്. ആ വസ്തുവിൻ്റെ ബോധത്തിൽ നിന്നാണ് ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്നത് മര്യാദകളാണെന്നും ശരിയല്ലെന്നും അനുഭവിക്കും. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അവരവരുടെ കുട്ടിക്ക് അവരവരുടെ സ്വത്ത് കൊടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു മൂല്യബോധത്തിനകത്തുമാണ് ഈ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് ജലസി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കുഞ്ഞല്ല ഉണ്ടാകുന്നതെന്നുള്ള എൻ്റെ അറിവ് കൊണ്ട് അതിനെ തടയണമെന്ന് വേണ്ടിയാണ്. അത് ആ വികാരം മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ അത് അത്രയേ അർത്ഥമുള്ളൂ. മറ്റൊരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന സമയത്ത്, ഞാനിപ്പോൾ ജയശ്രീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുറത്ത് കാത്തു നിൽക്കുന്ന, ഇവിടെ പണ്ട് സംബന്ധക്കാർ നിന്നിരുന്ന പോലെ നിൽക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ വ്യാഖ്യാനിച്ചെത്തിക്കാനും ആൾക്കാർക്ക് കഴിയും, അത് സംശയമൊന്നുമില്ല. പക്ഷേ ജയശ്രീക്ക് മറ്റൊരാളെ പ്രണയിക്കാനും അവരോടൊത്ത് ജീവിക്കാനും കഴിയും എന്നറിയുന്ന ആളാണ്. അത് അവരുടെ അവകാശം, ഒരു വ്യക്തി എന്നുള്ള നിലവാരത്തിലുള്ള അവകാശമാണ്. ഞാനും ജയശ്രീയും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറിനകത്ത് മറ്റൊരാളുമായിട്ട് ബന്ധം ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞൊരു കരാർ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അത് വിവാഹത്തിൻ്റെ പഴയകാല വിവാഹത്തിൻ്റെ യുക്തിക്കകത്ത് നിന്നുള്ള മൂല്യബോധത്തിൽ നിന്നാണ് നമ്മളിത് കാണുന്നതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഒരു വീട്ടിനകത്ത് ഉള്ള ഒരാൾക്ക് പള്ളിക്കകത്ത് പോകുന്ന അമ്മയും അച്ഛനും അയാൾ പള്ളിയിൽ പോകണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് നിങ്ങൾ വീണ്ടും പറയുന്നത്. അടുത്തതൊന്നുള്ളത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്ന അമ്മയും അച്ഛനെ അതേ രാഷ്ട്രീയ പാർട്ടിക്ക് മക്കൾ വോട്ട് കൊടുക്കണമെന്ന് പറയുന്ന യുക്തിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മൂല്യബോധമാണ് എന്നെ ഈ പറയുന്ന നിലവാരത്തിൽ ക്രിട്ടിക്കലായിട്ട് കാണുന്ന സ്ഥലം. അത് ഒപ്പം തന്നെ ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലമെൻ്റ് അതിനകത്തുണ്ട്. ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, പരിണാമപരമായിട്ട് ശരിക്കും പുരുഷനൊരു സെക്കൻഡറി ജീവിയാണോ എന്ന് വെച്ചാൽ ആ വാക്ക് ആ അർത്ഥത്തിൽ എടുത്താൽ മതി. അതായത് സത്യത്തിലൊരു അമ്മയാണല്ലോ, ഒരു ആഫ്രിക്കക്കാരിയെ അമ്മയാണ് നമ്മുടെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുക. ആ കോൺസെപ്റ്റിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് കിട്ടിയ തെളിവുകൾ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത് അത്രയുമൊക്കെയാണ്. അപ്പോൾ സത്യത്തിൽ ഒരു സപ്പോർട്ടിങ് ജീവിയല്ലേ പുരുഷൻ എന്ന് പറയുന്നത്? അതിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ആ പുരുഷനത് മനസ്സിലാക്കുകയും അധികാരത്തിലേക്ക് വരികയും ചെയ്തപ്പോൾ അതിനെതിരായി എന്ത് ആക്ഷേപം വന്നാലും, എന്ത് സംസാരം ഉണ്ടായാലും, എന്ത് സയൻസ് വന്നാലും അതിനെ തിരസ്കരിച്ചുകൊണ്ട് ആ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഒഴിവാക്കില്ലേ? അതുകൊണ്ടല്ലേ ഈ ഫെമിനിസത്തിനൊക്കെ ഇത്രയും ഒരു എതിർപ്പ് നേരിടേണ്ടി വരുന്നത്? ആ ഏരിയയിൽ കൂടെ നിന്നിട്ട് മൈത്രേയനെ പുരുഷാരം എന്ന് പറയുമ്പോൾ അത് സ്ത്രീയും പുരുഷനും ഉൾപ്പെടുന്നതാണ് പുരുഷാരം എന്ന് പറയുന്ന വാക്ക്. പുരുഷാരം എങ്ങനെ കാണുമെന്നുള്ളൊരു ഒബ്സർവേഷനും കൂടെ മൈത്രേയൻ നടത്തിയിട്ട് കുറച്ചുകൂടെ ബുദ്ധിപരമായി ഈ കോൺവെർസേഷനെ മാറ്റാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. തല്ലരുത്. നമ്മൾ സംസാരിക്കുന്നതും പറയുന്നത് കൊണ്ടും മാത്രമല്ല എതിർപ്പുകളുണ്ടാകുന്നത്, തെറ്റിദ്ധരിക്കരുത്. നമ്മളെപ്പോലെ തന്നെ ഇൻ്റലിജൻ്റായ ആൾക്കാർ തന്നെയാണ് നമ്മൾ. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറയുമ്പോൾ വലതുപക്ഷത്തുള്ളവർക്ക് ബുദ്ധിയില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല. ഇപ്പം എന്നെപ്പറ്റി വളരെ മോശമായി പ്രചരിപ്പിക്കുന്നത്, ഞാൻ പറയുന്ന ഒരു വരിയെടുത്തിട്ട് അത് ക്യാപ്സൂളാക്കി പ്രചരിപ്പിക്കുന്ന രീതിയും, അതിനൊന്നും നമ്മൾ പറയുന്ന വിഷയവുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. ഞാൻ ഇപ്പം നമ്മൾ രണ്ടുപേരും നടത്തുന്ന ഈ ചർച്ചയ്ക്കകത്തുനിന്ന് ഒരു വരി എടുക്കാൻ പറ്റും. ആ വരിയായിരിക്കും മിക്കവാറും ഈ ഇതിടുന്നത്. അത് മാത്രമേ ആളുകൾ കാണുന്നുണ്ടാകത്തുള്ളൂ. എല്ലാം താഴെ വരുന്നിരിക്കുന്ന കമൻറ്റും സാധനങ്ങളും എല്ലാം വരുന്നത് ഈ ഒരൊറ്റ വരി വായിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ മാത്രമായിട്ട് ചെയ്യുന്ന എന്തോ കറക്റ്റായിട്ട് ഒരു ശാസ്ത്രീയ പരീക്ഷണത്തിൻ്റെ എല്ലാ മേഖലയും കറക്റ്റായിട്ട് നമ്മൾ ചെയ്താൽ വിജയിക്കും എന്ന് പറയുന്നത് പോലൊരു സാമൂഹിക പ്രവർത്തനം ലോകത്തില്ല. അവിടെയാണ് ഞാൻ ഈ പറയുന്നത്, വില കൊടുത്ത് നിൽക്കുന്ന ചില സ്ഥലങ്ങളുണ്ടാവും. അപ്പം ഞാൻ ഇപ്പം ഈ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു 30-40 വർഷം കഴിയുമ്പം ഈ ആക്ഷേപ കാര്യങ്ങളൊന്നും ഉടങ്ങും കാണത്തില്ല. നിങ്ങൾ വിഷമിക്കുകയല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവർക്ക് ബാധ്യത വരും. ഞാൻ ചത്തുപോയിട്ടായിരിക്കും അത് സംഭവിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ വില കൊടുക്കാതെ അത് കഴിയില്ല. അങ്ങനെ അത് മനസ്സിലാക്കേണ്ട. അല്ലാതെ നമ്മളെപ്പോഴും നമ്മളെ കറക്റ്റായിട്ട് ഒരുക്കിയാൽ അപ്പുറത്തിരിക്കുന്ന ആൾ കറക്റ്റായിട്ട് പെരുമാറും എന്ന് വിചാരിക്കരുത്. അങ്ങനൊരു സ്ഥലമില്ല. അങ്ങനെ ഒരു കരാറുള്ള സ്ഥലമല്ല.
മാനും കടുവയും തമ്മിലൊരു കരാർ സാധ്യമല്ല. പകുതി ഇന്ന് എൻ്റെ പകുതി നീ തിന്നോ, ബാക്കി പകുതി ഞാൻ പുല്ല് തിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കരാർ സാധ്യമാണോ? കഴിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് പറഞ്ഞിരിക്കുന്നതിന് അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ നിലവാരത്തിൽ അപ്പുറത്തിരിക്കുന്ന ആളിനെ വിഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തി നിരന്തരം ചെയ്യും. അതിനെ വഴിമരുന്നിടരുതെന്നുള്ളതാണ് ഇയാളുടെ പൊസിഷൻ. പക്ഷേ അത് നമ്മൾ മാത്രമായിട്ട് നിർണ്ണയിക്കുന്നതല്ല. അത് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കകത്തും അത്തരത്തിലെ രണ്ട് ഇൻ്റർപ്രിറ്റേഷന് സാധ്യതയുള്ളതാണ്. ആരാണോ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പ്രചരിപ്പിക്കാൻ കഴിയുന്നവർ അത് ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു എക്സിക്യൂഷൻ, ഇടയ്ക്ക് ഇടപെടുന്നതിൽ ക്ഷമിക്കണം കേട്ടോ, അതിൻ്റെ ഒരു എക്സിക്യൂഷൻ ലെവലിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരോ ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഇൻ്റർവ്യൂസ് ഇപ്പോൾ മഞ്ജു പിള്ള ചേച്ചിയുമായിട്ട് ഈ അടുത്ത് ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് തമ്പനയിൽ ഉൾപ്പെടെ ചേച്ചി കണ്ടതിന് ശേഷം മാത്രമാണ് ഞങ്ങളിത് പബ്ലിഷ് ചെയ്തത്. മൈത്രേനെ സംബന്ധിച്ചിടത്തോളം മൈത്രേൻ്റെ ടോക്ക് എടുക്കുന്നവരോട് മൈത്രേന് ശരിക്കും പറയാൻ പറ്റും. അതിൻ്റെ ക്ലിപ്പ് മുറിച്ച് വേറെ ചെയ്യുന്നവരെ നമുക്ക് തടയാൻ കഴിഞ്ഞില്ലെങ്കിലും ജനറേറ്റ് ചെയ്യുന്നവർ തന്നെ ഈ ദുഷ്ടലാക്കോടുകൂടി ഇതിനെ ഉപയോഗിക്കുന്നതിനെ ഒരു പരിധിവരെ തടയിടാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഉപയോഗിക്കുന്നതിന് പോലും സത്യത്തിൽ നമുക്ക് പറയാം, നമുക്ക് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലൂടെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കപ്പെടുന്നത് തടയാൻ പറ്റില്ലേ എന്നും കൂടെ ഒരു ചെറിയ ഒരു എത്രത്തോളം അത് സിനിമാ നടി രേഖ അവരുടെ എല്ലാ പടവും കണ്ടിട്ട് ഇറക്കുമായിരുന്നുണ്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. രജനീഷ് നല്ല പടങ്ങളല്ലാത്ത ഒരു പടവും പുറത്തേക്ക് വിടാൻ അനുവദിക്കത്തില്ലായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യർ തന്നെയാണ്. പക്ഷേ ഇവരെല്ലാവരും വളരെ മോശപ്പെട്ടൊരു ഡിപ്പിക്റ്റ് ചെയ്തിട്ടുള്ള ലോകവും കൂടാണ്. അതുകൊണ്ട് അങ്ങനെ കഴിയില്ല. ഞാൻ എന്നെ ഉപേക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ പറയുന്നതിന് ശേഷവും ഞാൻ പറയുന്നതിനകത്ത് കാമ്പുണ്ടെങ്കിൽ അത് മനുഷ്യർക്ക് കാണുകയും കേൾക്കുകയും ചെയ്യും. അല്ലാതെ ഈ വില കൊടുക്കാതെ ഇത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അത് കഴിയില്ല. ആരെങ്കിലും വില കൊടുക്കേണ്ടി വരും. അത് നമ്മൾ വില കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെല്ലാം രക്ഷപ്പെടും. അവരെ അല്ലല്ലോ ആരും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പം വില കൊടുക്കാൻ എനിക്ക് കഴിയും. കാര്യമുണ്ട്. എനിക്ക് എന്നെ നഷ്ടപ്പെടുത്താനോ കഴിയില്ല. എന്നെ കൊല്ലാനേ പറ്റൂ. അതുകൊണ്ടാണ് ആ നിലപാടെടുത്ത് നിന്ന് മിണ്ടുന്ന സ്ഥലമായതുകൊണ്ടാണ് ഞാനതങ്ങനെ പറയുന്നത്. ആളുകൾക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്കറിയാം ഇവർ മോശമായിട്ട് ചെയ്യും എന്നറിയുന്ന ആളിനും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആകെ ഉള്ളത് ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു വേദി പങ്കിടുന്ന സാധനത്തിനകത്തൊക്കെ ഞാൻ കുറച്ച് നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ വളരെ പ്രകടമായി വലതുപക്ഷ രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്നറിഞ്ഞാൽ അവരുമായിട്ട് വേദി ഷെയർ ചെയ്യാതിരിക്കാൻ നോക്കാറുണ്ട്. ബാക്കി അതിനപ്പുറത്തോട്ട് പോകുക എന്ന് പറയുന്നത് നമ്മൾ എറിഞ്ഞ പന്താണ്. അത് ആരെല്ലാം എടുത്ത് എങ്ങോട്ടൊക്കെ എറിയും എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാനൊക്കത്തില്ല. അത് നമ്മുടെ ഒരു ആഗ്രഹചിന്തയാണ്. അത് അത്രയും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ കേരളത്തിനകത്ത് ഇപ്പം നാരായണ ഗുരുവൊക്കെ ഇരുന്ന് നാരായണ ഗുരുവിനെ അറസ്റ്റ് വാറൻറ്റ് വന്ന ഒരാളാണെന്ന് അറിയേണ്ടതുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് അറസ്റ്റ് വാറൻറ്റ് വന്നത്? ആകെ അറസ്റ്റ് ചെയ്യാതിരുന്ന ഏക സാധനം എന്തുകൊണ്ടാണ്? വലിയ കലാപം അതിന് ശേഷം ഉണ്ടാകുമെന്ന് അറിയുന്ന കാരണം കൊണ്ട് അത് നടപ്പാക്കണമെന്ന് തീരുമാനിക്കുക ചെയ്യുന്നത്. നിങ്ങൾ എതിർക്കുന്ന തരത്തിലുള്ള നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ പറയുകയും സംസാരിക്കുകയും ചെയ്താൽ അതിന് വില കൊടുക്കാതെ കഴിയില്ല.